പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് ആ ഭാഗത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാണുമ്പം ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നികത, ഞാനും നിങ്ങളൊക്കെ ദുർബലായിരുന്ന മനുഷ്യനായിരുന്നു, ദുർബലന്മാരായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ യേശു സർവശക്തനായതുകൊണ്ടാണ് ദുർബലകളായിരുന്ന എന്നെയും നിങ്ങളെയും വിളിച്ച് വേർതിരിക്കാൻ കാരണമായി നടന്നത്. രണ്ടാമത് നാം എല്ലാം അവിശ്വസ്തരായിരുന്നു, എന്നാൽ യേശു വിശ്വസ്തനായ ദൈവമായിരുന്നു. അതുകൊണ്ട് അവിശ്വസ്തതയിൽ ജീവിച്ചിരുന്ന എന്നെ നിങ്ങളെ വിളിച്ച് വിശ്വസ്ത ദൈവത്തോടൊപ്പം ചേർത്ത് നിർത്തിയത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, തൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്നുള്ളത്. ദൈവം തൻ്റെ ഏകജാതനെ നൽകി ലോകത്തിന്റെ പാപം വഹിക്കുവാനായി അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പരമയാഗമായി മാറി എന്നുള്ള സത്യം ലോകമെമ്പാടും വെളിപ്പെട്ടു നിൽക്കുന്ന സത്യമാണ്. അതിനെ നീക്കുവാനോ നീക്കിക്കളയുവാനോ അതില്ല എന്ന് സ്ഥാപിക്കാനോ ഒരു കൂട്ടം ജനം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരിക്കലും കഴിയുകയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പണ്ട് തൊട്ടേ എഴുന്നേറ്റിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അവർക്കാർക്കും അത് മായ്ച്ചു കളയുവാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം അഴിമതി നിറഞ്ഞതായിരുന്നു, ജഡികമായതായിരുന്നു, പാപം നിറയപ്പെട്ടതായിരുന്നു. ദൈവമായി സമ്പർക്കമില്ലാതെ മനുഷ്യൻ പാപത്തിന്റെ അധീനമായ ശരീരത്തിൽ ജീവിച്ചപ്പോൾ മനുഷ്യനെ വീണ്ടെടുക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാതിരുന്നപ്പോഴാണ് പിതാവ് തന്റെ പുത്രനെ അയച്ചത്. അപ്പം അത് എന്ത് അതിശയകരമായ ഒരു രക്ഷയാണ് യേശുക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. എന്ത് മഹത്തായ സ്നേഹമാണ് യേശു നമുക്ക് നൽകിയത്. നാം ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും ആ രക്ഷയ്ക്കും വേണ്ടി നമ്മൾ എല്ലാ ദിവസവും നന്ദി പറയണം. കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളുടെ സകല ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരും ദൈവത്തോട് നന്ദി പറയണം. എന്തിന്? നിങ്ങളുടെ പാപത്തിന് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു. ആമേൻ. നിങ്ങളുടെ പാപത്തിന് പരിഹാരമായി യേശു നിങ്ങൾക്ക് വേണ്ടി പരമയാഗമായി മാറി അവന്റെ അവസാന തുള്ളി രക്തം വരെ തന്ന് നിങ്ങളെ വിടുവിച്ചതിന് നിങ്ങൾ നന്ദി പറയണം. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്തിൽ നമ്മുടെ പാപത്തിന്റെ കറകളെ കഴുകി നാം ദൈവസന്നിധിയിൽ നിത്യജീവനെ പ്രാപിക്കുന്നു. മാത്രമല്ല നിത്യരക്ഷ പ്രാപിക്കുന്നു. അപ്പൊ യേശുവിൽ വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കുന്നത് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു അനുഭവത്തിലേക്ക് അവനെ നടത്തുകയാണ്. മാത്രമല്ല അസത്യത്തിൽ ജീവിച്ച, ദുർബലായി ജീവിച്ച, അവിശ്വസ്തനായി എന്നെ നിങ്ങളെയും വിശ്വസ്തനാക്കി മാറ്റിയെടുത്തത് കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്ത, ഹൃദയത്തിൽ തോന്നാത്ത ഒരു സ്വർഗീയ അനുഭവത്തെ, നിത്യതയെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ദുർബലായ മനുഷ്യരായിരുന്നു, നിങ്ങൾ അവിശ്വസ്തരായിരുന്നു, അസത്യവാദികളായിരുന്നു. എന്നാൽ നിങ്ങളെ അതിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്ന് ദൈവത്തിന്റെ മകനാക്കി മകളാക്കി മാറ്റുവാൻ വേണ്ടി യേശു സ്വർഗം വിട്ട് ഇറങ്ങി വന്നുള്ള യാഥാർത്ഥ്യം നീ മറന്നു പോകരുത്. സ്തോത്രം. നിന്റെ പ്രൗഢി കൊണ്ടോ, നിന്റെ ആരോഗ്യം കൊണ്ടോ, നിന്റെ സൗന്ദര്യം കൊണ്ടോ, പണം കൊണ്ടോ, നിന്റെ സ്വന്തം കൊണ്ടോ, പാരമ്പര്യം കൊണ്ടോ നിനക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഉന്നത കുലത്തിൽ പിറന്നവനായിരുന്നൊരു വലിയ പാരമ്പര്യം നിനക്കുണ്ടായിരുന്നാലും രക്ഷയ്ക്ക് ഏക കാരണം യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നികത, നമ്മെ രക്ഷിച്ചത് ആരെ എന്ന് ചോദിച്ചാൽ തൻ്റെ ഇടത്തൂടെ ധൈര്യത്തോടെ ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചാലും പറയണം, നമ്മെ രക്ഷിച്ചത് യേശുക്രിസ്തുവാണെന്ന്. അതല്ലാതെ മറ്റൊരു വാക്കും വിളിച്ചു പറയാനില്ല. കാരണം നമ്മെ രക്ഷിച്ചത് ആര്? യേശുക്രിസ്തു. അതോ അവന്റെ സൃഷ്ടികളാണോ? അല്ല, ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ സൃഷ്ടികൾക്ക് ഒരിക്കലും മനുഷ്യന് രക്ഷ നൽകാൻ കഴിയില്ല. ദൈവത്തിന്റെ സൃഷ്ടികൾക്ക് ഒരിക്കലും മനുഷ്യന്റെ അസമാധാനത്തെ മാറ്റുവാൻ കഴിയില്ല. അസത്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ സത്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ സൃഷ്ടികൾക്ക് കഴിയില്ല. ദുർബലായിരിക്കുന്ന മനുഷ്യരെ അവർ ശക്തരാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ സൃഷ്ടികൾക്ക് കഴിയില്ല. യേശുക്രിസ്തുവിന് മാത്രമേ അത് കഴിയുള്ളൂ. അപ്പം നമ്മുടെ ദൈവമായ യേശുവാണ് നമ്മെ രക്ഷിച്ചത്. ദൈവത്തിന്റെ വീണ്ടെടുപ്പിൽ വിശ്വസിച്ചതിനാൽ നാം രക്ഷ പ്രാപിച്ചുകൊണ്ട് ആ വീണ്ടെടുപ്പിന്റെ രക്ഷയിലൂടെ കർത്താവിന്റെ വരവിനായി നമുക്ക് ഓരോ ദിവസവും ഒരുങ്ങുവാൻ കഴിയും. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ, നിന്റെ ജീവിതത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന പാപത്തിന്റെ പ്രമാണത്തെ നീ മാറ്റിക്കളഞ്ഞിട്ട് കർത്താവായ യേശുക്രിസ്തു ദൈവമാകുന്നു എന്ന് നീ വിശ്വസിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കണം. രക്തം ചെയ്യാം. യേശുക്രിസ്തു ദൈവമാകുന്നു എന്നതിന്റെ അർത്ഥം എന്താണ്? ഹല്ലേലൂയ. പലരും ചോദിക്കാറുണ്ട്, യേശുക്രിസ്തു ദൈവമാണതിന്റെ അർത്ഥം എന്താണ്? എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, യേശുക്രിസ്തു ദൈവം എന്ന്
പറഞ്ഞാൽ അവൻ രക്ഷകനാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു ദൈവം എന്ന് പറയുമ്പോൾ അവൻ അഭിഷിക്തനാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ശമൂവേൽ പ്രവാചകൻ ശൗലിനെ അഭിഷേകം ചെയ്തു, രാജാക്കന്മാർ അഭിഷേകം ചെയ്യപ്പെട്ടു, പുരോഹിതന്മാർ അഭിഷേകം ചെയ്യപ്പെട്ടു. അവന് ശുശ്രൂഷിക്കുവാനുള്ള പ്രവാചകനുള്ളിൽ അവനെ അഭിഷേകം ചെയ്തിരുന്നു എന്ന് കാണാൻ കഴിയും. എന്നാൽ നാം വചനം വായിക്കുമ്പോൾ ഈ ലോകത്തിലേക്ക് വന്ന യേശു 3 കർത്തവ്യങ്ങൾക്കായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഹല്ലേലൂയ. 1 പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു, 2 രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു, 3 പ്രവാചകനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. സകല ജനത്തിന്റെയും പാപം ചുമക്കുവാൻ വേണ്ടി സ്വർഗീയ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആമേ സകല ജനത്തിനും പാപത്തിന് പരിഹാരം നൽകുവാൻ യേശു മാത്രമേയുള്ളൂ നമ്മൾ വിശ്വസിക്കാൻ കഴിയണം. ഇന്ന് പകൽ വചനം കേൾക്കുന്ന ആമേ പ്രിയ ശ്രോതാവേ, ഇന്ന് നിനക്ക് ഉയരുവാൻ കഴിയാതെ, രക്ഷ പ്രാപിക്കാൻ കഴിയാതെ, സന്തോഷം പ്രാപിക്കാൻ കഴിയാതെ, സമാധാനമില്ലാതെ നീ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ഏക രഹസ്യം നിന്റെ പാപം നിന്റെ ജീവിതത്തിൽ കുടിയിരിക്കുന്നത് കൊണ്ടാണ്. പാപം മുഖാന്തരം ജീവിതത്തിലുണ്ടായ ശാപം മുഖാന്തരം നീ അനുഭവിക്കുന്ന ഓരോ ദണ്ഡനങ്ങളും അതിൽ നിന്ന് വിടിവിക്കുവാൻ ദൈവത്തിന്റെ സൃഷ്ടികൾക്ക് കഴിയില്ല. ആമേ നീ കടന്നു പോകുന്ന മേഖലയിൽ നിന്ന് വിടിവിച്ച് കൊണ്ടുവന്ന് നിനക്ക് ഉന്നതമായ ഒരു അനുഭവം, ശ്രേഷ്ഠമായ അനുഭവം തന്ന് നിന്നെ കൈപിടിച്ച് ഉയർത്തുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. എന്തിനാണ് യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചതെന്ന് പലരും ചോദിക്കാറുണ്ട്. പിതാവിന്റെ ഹിതം അനുസരിച്ച് അവൻ തന്നെ, യേശു തന്നെ നമ്മുടെ പാപത്തിന് പരിഹാരമായി പാപയാഗമായി തിരുമുമ്പിൽ സമർപ്പിക്കേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ എത്തുകയില്ല. എന്നെ കേൾക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന നാമത്തിലൂടെ മാത്രമേ ദൈവരാജ്യത്തെത്താൻ കഴിയുള്ളൂ. നിങ്ങളുടെ കഴിവുകൊണ്ട്, പ്രമാണം കൊണ്ട്, നിങ്ങളുടെ ഡിഗ്രി കൊണ്ട് നീ സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും കഴിയില്ല കേട്ടോ. ദൈവത്തിന്റെ സൃഷ്ടികൾ ആശ്രയിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പോകാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മൂഢവിശ്വാസമാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവ്, ഈ ഒരു പ്രമാദം കൂടെ ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നീ കണ്ണു ചിമ്മി എഴുതിയിട്ടുണ്ടെങ്കിൽ, കണ്ണു തുറന്ന് കാണുന്നുണ്ടെങ്കിൽ, കാതു തുറന്ന് കേൾക്കുന്നുണ്ട്, വായെടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ, നീ കാലൂന്നി നീ കേൾക്കുന്നുണ്ടെങ്കിൽ, നിന്റെ കൈകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നീ മനസ്സിലാക്കണം, ഈ ഒരു അവസരം തന്നത് നിനക്ക് വേണ്ടിയിട്ട്. എന്തിന്? പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയുന്ന യേശു ക്രിസ്തു ഏക രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം എപ്പോൾ കൊടുക്കുന്നു ആ സമയത്ത് നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ മാറാൻ തുടങ്ങും. അതുകൊണ്ട് എനിക്ക് കേൾക്കുന്ന സ്നേഹിത, സകല പാപവും തൻ്റെ അല്ലെങ്കിൽ ക്രൂശിലെ മരണത്തിലൂടെ അവൻ നമുക്ക് മോചിച്ചു തരികയാണ്. സകല പാപവും യേശുവിന്റെ ക്രൂശിലെ മരണത്തിൽ മോചിച്ചു തരും എന്ന് പറയുമ്പോൾ നമ്മൾ യേശുവിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. അപ്പം മാംസത്തിന്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. ലേവ്യ പുസ്തകം 17:11 വായിച്ച കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം ചൊരിഞ്ഞെങ്കിൽ മാത്രമേ പാപമോചനമുള്ളൂ. ഹല്ലേലൂയ. യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി, നമ്മുടെ പാപങ്ങൾ വിലയായി സ്വയം അവൻ രക്തം നൽകി. ആകയാൽ അവനിൽ വിശ്വസിക്കുന്ന നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ ലേഖനം 1:7 പറയാം, തന്റെ പുത്രൻ കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. സമാധാനമില്ലാതെ, സന്തോഷമില്ല, സ്വസ്ഥതയില്ലാതെ, കണ്ണുനീരിൽ നടുവിൽ ശാപത്തിന്റെ, പാപത്തിന്റെ, രോഗത്തിന്റെ ബന്ധനങ്ങളെ കെട്ടിൽ അകപ്പെട്ട് കിടക്കുന്ന ശ്രോതാവേ, നിനക്കൊരു മോചനം തരാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ കഷ്ടതയിൽ നിന്നെ കൈപിടിച്ചവനെ ഉയർത്താൻ ആഗ്രഹിക്കുക. നീ കേരളത്തിലോ ഭാരതത്തിലോ രാജ്യങ്ങൾ എവിടെയാകട്ടെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം നീ നിൽക്കുന്ന ആ സ്ഥലത്ത് ഇടത്തിരുന്നു കൊണ്ട് കർത്താവോട് പറയാമോ, യേശുവിന്റെ പാപത്തിന് പരിഹാരം അങ്കിൾ മാത്രമാണ്. അങ്ങയുടെ സൃഷ്ടികൾക്കൊന്നും എന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. ഞാൻ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിപ്പാൻ അങ്ങയുടെ മാത്രമേ കഴിയുന്നുള്ളൂ. എന്റെ അറിയില്ലായ്മയെ ക്ഷമിച്ച് കർത്താവ് എന്റെ പാപത്തിന് പരിഹാരം നൽകി ശുദ്ധീകരണം അവിടുത്തെ മകളായി എന്നെ ചേർക്കണമേ, പാപശാപ രോഗവേദനകൾ വിടിവിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ഏൽപ്പിച്ചാട്ട് സകല മുഖത്ത് എടുക്കണ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.